അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു മിഅ്റാജ് രാവിൽ കൂടി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പല ആളുകളും കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജീവിച്ചിരുന്നവർ ഖബറിലാണുള്ളത്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാസികൾക്ക് ഡബിൾ സന്തോഷമാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിനോട് ചേർന്നുകൊണ്ട് മിഅ്റാജ് രാവ്. മാസപ്പിറവി അടിസ്ഥാനത്തിൽ പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ മിഅ്റാജ് രാവ് തുടങ്ങുകയും നാളെ പകലിൽ നോമ്പനുഷ്ഠിച്ച് നാളെ മഗ്രിബോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നതാണ്. നാട്ടിൽ നാളെ മഗ്രിബ് മുതൽ, വെള്ളിയാഴ്ച മഗ്രിബ് മുതലാണ് മിഅ്റാജ് രാവ് തുടങ്ങുന്നത്. ശനിയാഴ്ച പകലിലാണ് മിഅ്റാജിന്റെ നോമ്പ്. ഇങ്ങനെയാണ് മാസപ്പിറവിയുടെയും കണക്കുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരുപാട് പുണ്യങ്ങളുള്ള രാത്രിയാണ് മിഅ്റാജ് എന്ന് നാം വളരെയധികം ദിവസങ്ങളായി, പാർട്ടുകളായി ഓരോ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വെച്ചതാണ്. ഈ ദിവസത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ ഒന്നുകൂടി ആത്മാർത്ഥമായി ചെയ്യുക, നമ്മുടെ നിസ്കാരങ്ങൾ കുറച്ച് അധികരിപ്പിക്കുക, സുന്നത്ത് 2 നിസ്കരിച്ചുന്ന ആളുകൾ 4 ആക്കുക, അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾക്കൊരു ധന്യത വരുത്തി വെള്ളിയാഴ്ച രാവായതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ അധികരിപ്പിച്ച് പ്രാർത്ഥനയിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുനിയത്തിൽ, അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മിഅ്റാജ് ദിവസം സുന്നത്തുണ്ട് നോമ്പ്. അതുപോലെ തന്നെ ഏകദേശം 7 അല്ലെങ്കിൽ 8 കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മിഅ്റാജിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിൽ എഴുതി ചേർത്ത് വെക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവിത ചരിത്രവും മറ്റും പഠിച്ചു മനസ്സിലാക്കിയ നമുക്ക് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു നോമ്പ് എഴുതി ചേർക്കുമോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് ഈ നോമ്പ് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ. കുറേയധികം തെളിവുകളിലേക്ക് തേടി പോകേണ്ടതില്ല. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരു കാര്യം പറയാം. വിശ്വസിക്കുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന നാം ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവലംബിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിന്റെ രചയിതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകൾ മിഅ്റാജിന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. റജബ് മാസത്തിൽ നോമ്പ് പ്രത്യേകം സുന്നത്താണ്. റജബ്